ശരി ഷംന, തുടരുക. നമുക്ക് മറ്റൊരു വാർത്ത കൂടെയുണ്ട്. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെ കൊച്ചിയിലെത്തിച്ചു. ഇന്നലെ കർണാടകയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതി മുഹമ്മദ് ഇർഷാദ് മുംബൈ സ്വദേശിയാണ്. ഷംന, അശോകിലേക്ക് പോകാം. ഷംന, ഇത്തരം ധാരാളം കവർച്ചകൾ നടക്കുന്ന ഒരിടമാണ് കേരളമെങ്കിൽ പോലും ഇത് സംവിധായകന്റെ വീട്ടിലായതുകൊണ്ടും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടുമൊക്കെ വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല, ഈ പ്രതിയെ പിടികൂടിയ ശേഷം ഈ റോബിൻ ഹുഡ് പ്രതി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അത്തരം ചില കഥകൾ കൂടി വരുന്നുണ്ട്. വളരെ രസകരമായ ചില അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെ നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു മോഷണം തന്നെയാണ് ഇത് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. പ്രതി ഏതായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കർണാടകയിൽ വെച്ച് പിടികൂടുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി മുംബൈ സ്വദേശിയായ പ്രതിയെ ഈ സൗത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള കഥകളും ഇയാളുമായി ബന്ധപ്പെട്ടുണ്ട്, ഇയാളുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഒരു 9 മണിയോടുകൂടി പോലീസ് സംഘം മാധ്യമങ്ങളെ കണ്ടേക്കും. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി തന്നെയാണ് വിലയിരുത്തുന്നത്. അതായത് പരമ്പള്ളി നഗറിലെ ജോഷിയുടെ വീട്ടിൽ വെച്ചാണ് വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ടായിരുന്നത്. വജ്രവും സ്വർണവും ഉൾപ്പെടെ ഏകദേശം 1 കോടിയിലധികം രൂപയുടെ മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്ക് ഉൾപ്പെടെ ജോഷി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ, ഏത് അന്വേഷണവും പോലെ തന്നെ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. അതിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഡ് കാറിലാണ് ഈ പ്രതി എത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് സൗത്ത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടകയിലെ ഉടുപ്പിയിൽ വെച്ച് ഈ പ്രതിയെ പിടികൂടുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരം ഒരു മോഷണം മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന് ഇവിടെ നടത്തണമെങ്കിൽ നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാം. പ്രതി നേരത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ച ആളായിരിക്കാം എന്നതുൾപ്പെടെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും പുലർച്ചെയാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ വിശദമായി ഒന്ന് ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിലേക്ക് ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപ് തന്നെ എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായി പോലീസിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ആ പ്രതികരണത്തിലായിരിക്കും ഇയാൾ റോബിൻഹുഡ് മോഡലിൽ മോഷണം നടത്തുന്ന ആളാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക. ഏതായാലും പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വളരെയധികം നേട്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ സ്വർണവും വജ്രവും ഉൾപ്പെടെ പ്രതി മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഈ പിടിച്ചെടുത്ത കാറിൽ നിന്നും ഈ വജ്രാഭരണവും സ്വർണവും എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ഏതെങ്കിലും തരത്തിൽ വിൽക്കുകയോ മറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഔദ്യോഗിക പ്രതികരണത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും പ്രതിയെ രാവിലെ സൗത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജിൽസി. ശരി ഷംന, എന്തായാലും പോലീസിന്റെ ഒരു ഔദ്യോഗിക വാർത്താ സമ്മേളനം, അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കവർച്ചയ്ക്ക് പിന്നിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അറിയാം.